ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്കിടയിൽ സാഹോദര്യബന്ധം നിലനിൽക്കാൻ ആവശ്യമായ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിക്കുകയും അതേ പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ അഫ്ഷുസ്സലാമ ബൈനക്കും, നിങ്ങൾക്കിടയിൽ നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞതായി കാണാം. സാഹോദര്യബന്ധം നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എല്ലാവർക്കും സലാം പറയുക എന്നത്. അള്ളാഹുവിൻ്റെ രക്ഷ നിനക്കുണ്ടാവട്ടെ എന്നാണ് ആ വാക്കിനർത്ഥമെങ്കിലും അതിനൊരു സാങ്കേതികമായ അർത്ഥമുണ്ട്. ഇസ്ലാമിലെ എല്ലാ പ്രയോഗങ്ങൾക്കും സാങ്കേതികമായ അർത്ഥമുണ്ട്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ്. പക്ഷേ എല്ലാ പ്രാർത്ഥനയും സ്വലാത്തല്ല. നിയ്യത്തോടുകൂടി തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി സലാം കൊണ്ട് അവസാനിക്കുന്ന ചില പ്രത്യേക വാക്കുകളും പ്രവൃത്തികളും ചേർന്ന് വരുന്നതിനാണ് സ്വലാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സാങ്കേതിക പ്രയോഗമാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുക എന്നാണ് ആ വാക്കിനർത്ഥം. എല്ലാ കരിക്കലും റമദാനാവില്ല. സൗമ് പിടിച്ചു നിൽക്കലാണ്. എല്ലാ പിടിച്ചു നിൽക്കലും നോമ്പല്ല എന്നതുപോലെ അസ്സലാം എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രയോഗമാണ്. നിലവിലുള്ള വിശ്വാസത്തിൽ മരണം വരെ നിത്യമായി നിലകൊള്ളുകയും മരണത്തിനു ശേഷം ദാറുസ്സലാം എന്ന സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുകയും ചെയ്യട്ടെ എന്നാണ് ഈ വാക്കിൻ്റെ സാങ്കേതികമായ അർത്ഥം. അത്രയും വിശാലമായ അർത്ഥം. അപ്പോൾ ഈ വിശാലാർത്ഥത്തിലാണ് അസ്സലാമു അലൈക്കും എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. എല്ലാവരോടും പറയുക, അറിയുന്നവർക്കും അറിയാത്തവർക്കുമൊക്കെ പറയുന്ന ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശീർവാദത്തിൻ്റെ വചനമായാണ് അതിനെ ഉപയോഗിക്കുന്നത്. അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് ഓരോ അക്ഷരങ്ങളും കൃത്യമായി തന്നെ ഉച്ചരിക്കേണ്ടതുണ്ട്. വഅലൈക്കും അസ്സലാം എന്നതിലും ഓരോ അക്ഷരങ്ങളും കൃത്യമായി ഉച്ചരിച്ചെങ്കിൽ മാത്രമാണ് അതിൻ്റെ ഗുണം ലഭ്യമാകുന്നത്. അക്ഷരങ്ങൾ മാറുന്നതിനനുസരിച്ച് അർത്ഥം മാറും. സലാം, സാം തുടങ്ങിയ വാക്കുകൾക്കൊക്കെ മരണം തുടങ്ങിയ അർത്ഥങ്ങളൊക്കെയാണുള്ളത്. അതുകൊണ്ട് അക്ഷരം മാറാതിരിക്കാനും എല്ലാ അക്ഷരവും പറയാനും അത് അലക്ഷ്യമല്ലാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. സലാം പറയുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും പുണ്യമായ ഒരു കർമ്മമായതുകൊണ്ട് തന്നെ അതിലെ ഓരോ അക്ഷരങ്ങളും കൃത്യമായി പറയുകയും അത് ആരോടാണോ പറയുന്നത് അയാൾ കേട്ടു എന്ന് ഉറപ്പുവരുത്തുകയും വേണം. ചില സന്ദർഭത്തിൽ നമ്മൾ എന്തെങ്കിലും പറയും, ഉദ്ദേശിച്ച ആൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ പറയും ഞാൻ സലാം പറഞ്ഞിരുന്നു എന്ന് പറയും. വാസ്തവത്തിൽ അങ്ങനെ പറഞ്ഞാൽ പോരാ. അസ്സലാമു അലൈക്കും എന്ന് കേൾക്കുന്നത് വരെ പറയുകയാണ് വേണ്ടത്. ഉദ്ധരിക്കുകയാണെങ്കിൽ ഞാൻ അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞിരുന്നു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എന്നാലും ആ വാക്ക് കേൾക്കുക, മടക്കൽ ഇങ്ങോട്ടും കേൾക്കുക എന്നുള്ളത് പ്രധാനമാണ്. അങ്ങോട്ട് പറയൽ സുന്നത്തും ഇങ്ങോട്ട് മടക്കൽ നിർബന്ധവുമാണ്. സലാമുകൾ പരസ്പരം കൂട്ടിമുട്ടിയാൽ പിന്നീട് മടക്കേണ്ട ആവശ്യമില്ല. അസ്സലാമു അലൈക്കും എന്ന് ഒരാൾ പറഞ്ഞു, അതേ സമയത്ത് മറ്റാൾ ഇങ്ങോട്ടും പറഞ്ഞു, രണ്ട് സലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ മടക്കലിന് വഅലൈക്കും അസ്സലാം എന്ന് തന്നെ ആവണമെന്നില്ല. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ തിരിച്ച് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ രണ്ട് പേര് സലാം പറയുമ്പോൾ കൂട്ടിമുട്ടിയാൽ പിന്നീട് മടക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെയാണ് ഫോണിലും ഉള്ള അവസ്ഥ. പിന്നെ ഫോണിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു അനുബന്ധമായിട്ടൊരു കാര്യം പറയാനുള്ളത്, ആരാണോ ഫോൺ ചെയ്യുന്നത്, ഫോൺ ചെയ്യാൻ തുടങ്ങുന്നത് അയാളാണ് സലാം പറയേണ്ടത്. ആരാണോ റിസീവർ എടുക്കുന്നത് അയാളാണ് സലാം അടക്കേണ്ടത്. സലാം പറയുന്നതിന് ചില ക്രമങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം മുതിർന്ന ആളുകളോട് കുട്ടികൾ സലാം പറയുക എന്നതാണ്. അപ്പോൾ ശിഷ്യന്മാർ ഗുരുനാഥന്മാരോട് അങ്ങോട്ടാണ് സലാം പറയേണ്ടത്. പക്ഷെ അവിടെ ഒരു കാര്യം പറയാനുള്ളത്, യാത്ര ചെയ്ത് വരുന്ന ആൾ നിൽക്കുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ വീട്ടിലുള്ള ആളോടാണ് പറയേണ്ടത്. അപ്പോൾ ശിഷ്യന്മാർ ഗുരുനാഥന്മാരോടാണെന്ന് പറയുമ്പോൾ അതിനിതെതിരാവും. യാത്ര ചെയ്ത് വരുന്നത് ഗുരുവാണെങ്കിൽ അപ്പോൾ ഗുരുവാണ് പറയേണ്ടത്, ശിഷ്യൻ മടക്കുകയാണ് വേണ്ടത്. വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ വരുന്ന ആൾ വീട്ടിലുള്ള ആളുകളോടാണ് പറയേണ്ടത്. ഇതുപോലെ വാഹനത്തിൽ പോകുന്ന ആൾ കാൽനട യാത്രക്കാരനോടാണ് സലാം പറയേണ്ടത്. ഇവിടെ പ്രധാനമായിട്ടൊരു കാര്യം, മടക്കുന്ന ആൾക്ക് സൗകര്യപ്പെടുന്ന രൂപത്തിൽ കൂടി ആയിരിക്കണം പറയണത്. ഇപ്പോൾ ബൈക്കും അങ്ങനെ പോകുന്ന ആൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മടക്കാൻ നോക്കുമ്പോൾ തന്നെ അയാൾ വേറെ എവിടെയും എത്തിയാൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ പറയുന്ന ആൾ അവിടെ ഒന്ന് വെയിറ്റ് ചെയ്ത് ആ സലാം മടക്കൽ കേട്ടതിന് ശേഷമാണ് മുന്നോട്ട് പോവേണ്ടത്. നിൽക്കുന്ന ആൾ ഇരിക്കുന്ന ആൾക്കാണ് സലാം പറയേണ്ടത്. ഇങ്ങനെ പിന്നെ അതിൽ അടിസ്ഥാനം ഇത്രയാണ് മനസ്സിലാക്കുക. വലുപ്പം ചെറുപ്പം എന്നതാണ് അടിസ്ഥാനമായിട്ട് മനസ്സിലാക്കേണ്ടത്.
അപ്പോൾ അതിലേക്ക് എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ യോജിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. പ്രായം കൂടുതലുള്ള ആളോട് പ്രായം കുറഞ്ഞ ആളാണ് സലാം പറയേണ്ടത്. അപ്പോൾ വലുപ്പ ചെറുപ്പം എന്നത് മാനദണ്ഡമാക്കിയിട്ടാണ്. അപ്പോൾ യാത്ര പോകുന്ന ആളും ഒരു സൈഡിൽ നിൽക്കുന്ന ആളെയും നോക്കിയാൽ യാത്ര പോകുന്ന ആൾ ചെറുതും നിൽക്കുന്ന ആൾ വലുതുമാണ്. അപ്പോൾ ചെറിയ ആൾ വലിയ ആൾക്ക് എന്ന മാനദണ്ഡമാണ് അതിൽ പാലിക്കാൻ. വാഹനത്തിൽ പോകുന്നത് 1-ാം സ്ഥാനം, പ്രായം കൂടുതൽ 2-ാം സ്ഥാനം. അപ്പോൾ വാഹനത്തിൽ പോകുന്നവൻ റോഡ് സൈഡിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിലും വാഹനത്തിൽ പോകുന്ന ആൾ കുട്ടിയോടാണ് സലാം പറയേണ്ടത്. പറയലിൻ്റെ കൂടെ ആംഗ്യം കാണിക്കുന്നതിന് ഇസ്ലാമികമായി അർത്ഥമുണ്ട്. വെറും ആംഗ്യത്തിന് ഇസ്ലാമികമായി ഒരു മാനദണ്ഡമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് മറ്റേയാൾ അറിയിക്കാൻ വേണ്ടി നമ്മളൊന്ന് ആംഗ്യം കാണിക്കുക. അങ്ങനെ ആംഗ്യം കാണിച്ച് ഒരാൾ പറയുമ്പോൾ മടക്കുമ്പോഴും അതേ ആംഗ്യം കാണിക്കണം, മടക്കിയിട്ടുണ്ട് എന്നറിയിക്കാൻ വേണ്ടിയിട്ട്. ശരിക്കും ചെവി കൊണ്ട് കേൾക്കുകയാണ് വേണ്ടത്, പക്ഷേ ആംഗ്യത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ പറയുന്നതിൻ്റെ കൂടെയുള്ള ആംഗ്യം, ഇപ്പോൾ നമ്മൾ വാട്സപ്പിലൊക്കെ അതേമാതിരി സലാം അയക്കുമ്പോൾ പറഞ്ഞിട്ട് വേണം അയക്കാൻ. പറഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന ആ സിമ്പിൾ അല്ല. അത് നമ്മൾ ഈ എഴുത്തുകൾ ഏത് എഴുത്തെടുത്താലും എഴുത്തിന് കിനായത്ത്, വ്യാംഗ്യമായ ഭാഷ എന്നാണ് പറയുക. അതിൻ്റെ യാഥാർത്ഥ്യ രൂപം ബാക്കിലുണ്ടായിരിക്കണം. അതിപ്പോൾ നിക്കാഹ്, തൊലാഖ് തുടങ്ങി ഏത് കാര്യമാണെങ്കിലും വാചികമായി ഉണ്ടായിരിക്കണം. അതിൻ്റെ മേൽ അറിയിക്കുന്നതാണ് എഴുത്ത്. അപ്പോൾ വാക്കാൽ പറഞ്ഞിട്ടുണ്ട് എന്നതിൻ്റെ മേൽ അറിയിക്കാനാണ് ഈ എഴുത്തുള്ളത്. അപ്പോൾ വാക്കാൽ മടക്കണം, അതിൻ്റെ മേലുള്ള അറിയിപ്പ് മാത്രമാണ് മെസ്സേജ്. ഈ നിസ്കാരത്തിൻ്റെ അവസാനത്തിലുള്ള സലാം വീട്ടുന്ന സലാമാണല്ലോ ഉദ്ദേശിച്ചത്. അതെ. ഈ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ എന്ന് അല്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും പറയുന്നത് കൊണ്ട് ഒന്നുകൊണ്ട് വലതുഭാഗത്തുള്ള മുഴുവൻ ആളുകളെയും, രണ്ടാമത്തേത് കൊണ്ട് ഇടതുഭാഗത്തുള്ള ആളുകളെയുമാണ് ഉദ്ദേശിക്കേണ്ടത്. ഏതെങ്കിലും ഒരു സലാം കൊണ്ട് മുന്നിലും പിന്നിലുമുള്ള ആളുകളെയും കൂടെയുള്ള മലക്കുകൾ, ജിന്നുകൾ എന്നിവരെയും ഉദ്ദേശിക്കണമെന്ന് എല്ലാ ഫിഖ്ഹിൻ്റെ കിതാബുകളിലും പറഞ്ഞിട്ടുണ്ട്. ഈ നിസ്കാരത്തിൽ ഒരാൾ സലാം വീട്ടുന്നത് കേട്ടാൽ അത് കേട്ട എല്ലാ ആളുകളും, മഅ്മൂമാവട്ടെ അല്ലാതിരിക്കട്ടെ, വെറുതെ പള്ളിയിലിരിക്കുന്ന ആളാണെങ്കിലും ആരാണെങ്കിലും അവരത് മടക്കണം. മടക്കൽ നിർബന്ധമാണ്. ഒരാൾ മടക്കുകയും അത് പറഞ്ഞാൽ കേൾക്കുകയും ചെയ്യൽ നിർബന്ധമാണ്. സലാം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിലേ ഈ നിർബന്ധ ബാധ്യതയുള്ളൂ. അപ്പോൾ ഇമാമിൻ്റെ സലാം മഅ്മൂമിങ്ങളുടെ മടക്കൽ കൂടിയാണ് അവരുടെ സലാം വീട്ടൽ. നേരത്തെ നമ്മൾ ആദ്യം പറഞ്ഞ സലാം കൂട്ടിമുട്ടാനടുത്ത് മടക്കണ്ടെന്ന് പറഞ്ഞ ഈ സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ശരിക്കും ഇമാമ് 2 സലാമും പറഞ്ഞ് കഴിഞ്ഞതിന് ശേഷമാണ് മഅ്മൂമ് 1ാമത് സലാം തുടങ്ങേണ്ടത്. സാധാരണഗതിയിൽ കാണുന്ന ഒരു രീതി, ഒരു സലാം പറഞ്ഞാൽ മഅ്മൂമ് 2ഉം പറഞ്ഞുകൊണ്ട് വേഗം നീച്ചു പോകും എന്നുള്ളതാണ്. ശരിക്കും ഇമാമിൻ്റെ 2 സലാമും കഴിഞ്ഞതിന് ശേഷമാണ് മഅ്മൂമ് 1ാം സലാം തുടങ്ങേണ്ടത്. അപ്പോൾ മഅ്മൂമിങ്ങൾ വലതുഭാഗത്തേക്ക് സലാം വീട്ടുന്നത് കൊണ്ട് വലതുവശത്തുള്ള ആളുകൾ, ഇടതുവശത്തേക്കുള്ള സലാം കൊണ്ട് ഇടതുവശത്തുള്ള ആളുകൾ, ഏതെങ്കിലും ഒരു സലാം കൊണ്ട് ഇമാം ഉൾപ്പെടെ മുന്നിലും പിന്നിലുമുള്ള മനുഷ്യൻ, ജിന്ന്, മലക്ക് തുടങ്ങിയ എല്ലാവരെയും ഉദ്ദേശിക്കണം. ഈ നിസ്കാരം കഴിഞ്ഞ് അസ്സലാമു അലൈക്കും എന്ന് സലാം വീട്ടുന്നത് ദുനിയാവിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. ആരൊക്കെയാണോ അത് കേൾക്കുന്നത് അവരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഒരാളടുത്തിരിക്കുകയാണ്, അയാൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അയാൾ വലൈക്കും അസ്സലാം എന്ന് മടക്കണം. പിന്നെ അതിലുള്ളത് സലാം മടക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഏതെങ്കിലും ഒരാൾ മടക്കിയാൽ ഫർള് വീടും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സദസ്സിലുള്ള 100 ആളുകളുള്ള സദസ്സിൽ ഒരാൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ഒരാൾ മടക്കിയാൽ ഫർള് വീടും. അപ്പോൾ ഈ മഅ്മൂമ് വേറെ ഉണ്ടെങ്കിൽ അയാൾ മടക്കുന്നത് കൊണ്ട് ഫർള് വീടും. എന്നാലും അടുത്തിരിക്കുന്ന ആളുകൾ അത് പരിഗണിക്കേണ്ടതാണ്. ഫോണിലൂടെയാണെങ്കിലും നേർക്കുനേരെയാണെങ്കിലും 4 കാര്യങ്ങൾ ഒത്തുചേർന്നാൽ സലാം പറയൽ ഹറാമാകും. 1. വിവാഹബന്ധം ഹറാമായ സ്ത്രീ ആയിരിക്കുക. 2. പുരുഷൻ ഒറ്റക്കായിരിക്കുക. 3. സ്ത്രീ ഒറ്റക്കായിരിക്കുക. 4. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന തരത്തിലുള്ള സ്ത്രീ ആയിരിക്കുക. ഈ 4 നിബന്ധനകൾ ഒത്തുചേർന്നാൽ അവർക്ക് സലാം പറയലും സലാം കേട്ടാൽ മടക്കലും രണ്ടും ഹറാമാണ്. അല്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും ഫോണിലാവട്ടെ അല്ലാതിരിക്കട്ടെ സലാം പറയുകയും മടക്കുകയും ചെയ്യാവുന്നതാണ്. ഈ 4 സാഹചര്യം ഒത്തുചേർന്നിട്ടില്ലെങ്കിലേ മടക്കേണ്ടതുള്ളൂ. അതായത് വിവാഹബന്ധം ഹറാമായ ഒരാളാണെങ്കിൽ മടക്കൽ നിർബന്ധമാണ്. കുറേ പുരുഷന്മാരുള്ള സമയത്താണെങ്കിൽ മടക്കണം. കുറേ സ്ത്രീകളുള്ള സമയത്താണെങ്കിൽ മടക്കണം. കണ്ടാൽ ആകർഷിക്കപ്പെടുന്ന സ്ത്രീ അല്ലെങ്കിൽ മടക്കണം. സലാം പറയുന്നിടത്ത് 4 നിബന്ധനകൾ പറഞ്ഞല്ലോ. ഈ 4 നിബന്ധനകൾ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. 1. സംശയമുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് തെറ്റിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഈ 4 സാഹചര്യങ്ങൾ ഒത്തുചേരുന്ന എല്ലാ സന്ദർഭങ്ങളിലും സംസാരിക്കാനും പാടില്ല, ഇടപഴകാനും പാടില്ല, തനിച്ചാവാൻ പാടില്ല, ഒരു കാര്യവും പാടില്ല. സലാം പറഞ്ഞിടത്ത് മാത്രമൊന്നല്ല ഈ നിബന്ധന ബാധകമാവുന്നത്. ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും തനിച്ചാവാൻ പാടില്ല. ഒരന്യ സ്ത്രീയും ഒരന്യ പുരുഷനും വീട്ടുവിശേഷങ്ങൾ പറയാൻ പാടില്ല. പക്ഷേ ചില നിർബന്ധ സാഹചര്യങ്ങളിൽ പറയാം. അത് പിന്നെ അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഉദാഹരണമായിട്ട് ജോലി സംബന്ധമാണ്, അതിന് ഈ സാഹചര്യം പ്രശ്നമല്ല. സത്യം ചെയ്യുക എന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. കുടുംബ പ്രശ്നങ്ങൾ തീർക്കലാണ്, ഡോക്ടറെ കാണലാണ്. ഇങ്ങനെ അനുവദിക്കപ്പെട്ട ഒരുപാട് ഭാഗങ്ങളുണ്ട്, ഏരിയകളുണ്ട്. ആ അനുവദിക്കപ്പെട്ട ഭാഗങ്ങളിലൊക്കെ ചെയ്യാവുന്നതാണ്. മൊത്തത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഈ 4 നിബന്ധനയാണ് പ്രധാനമായും ശ്രദ്ധിക്കുക. സാധിച്ചത് സലാം പറയാം. ഈ തനിച്ചാവുക എന്ന് പറയുന്നത് ഒരു ഏരിയയിൽ തനിച്ചാവലാണ്. പിന്നെ ഫോണിൽ തനിച്ചാവലുണ്ട്. ആ തനിച്ചാവുന്ന സന്ദർഭത്തിൽ പറ്റൂല. നേരെ മറിച്ച് നമ്മൾ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പിൽ ഒന്നിച്ചിടുകയാണെങ്കിൽ ഒരാൾക്ക് മാത്രമല്ല, എല്ലാവർക്കും കൂടിയാണ്. അങ്ങനത്തെ സാഹചര്യത്തിൽ പറ്റും. വീട്ടിലാവട്ടെ പള്ളിയിലാവട്ടെ, നമ്മൾ രാവിലെ കട തുറന്നിട്ട് കടയിൽ കയറാവട്ടെ, ആരുമില്ലെങ്കിൽ സലാം പറയേണ്ടത് അസ്സലാമു അലൈന വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ എന്നാണ്. അലൈന എന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. ഞാൻ സലാമിന് സലാം എന്ന് തന്നെ അർത്ഥം വെക്കാനുള്ള കാരണം അതിൻ്റെ വിശാലാർത്ഥത്തിലുള്ള അർത്ഥം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. അസ്സലാമു അലൈന, നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സജ്ജനങ്ങളായ എല്ലാ അടിമകൾക്കും അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. സംസാരിക്കാൻ കഴിവുള്ള ആൾ സംസാരം കൊണ്ട് തന്നെ പറയുകയും വേണം, സംസാരം കൊണ്ട് തന്നെ മടക്കുകയും വേണം. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, 2 സംസാരിക്കാൻ കഴിയാത്ത ആളുകൾ. മറ്റൊന്ന്, 1 സംസാരിക്കാൻ കഴിയാത്ത ആളും 1 സംസാരിക്കാൻ കഴിയുന്ന ആളും. 2 സംസാരിക്കാൻ കഴിയാത്ത ആളുകളാണെങ്കിൽ അവർ ആംഗ്യ ഭാഷയിലൂടെയാണ് സലാം പറയേണ്ടതും സലാം മടക്കേണ്ടതും. ഈ ആംഗ്യഭാഷയിൽ ഗ്രാമർ നേരെ തലതിരിഞ്ഞാണ്. അതായത് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രക്ഷ സലാം നിങ്ങൾക്കുണ്ടായിരിക്കട്ടെ എന്നാണ്. അപ്പോൾ ആദ്യം സലാമും പിന്നെ നിങ്ങൾക്കും. നിങ്ങൾക്ക് നമ്മൾ അറബി അർത്ഥം വെക്കുമ്പോൾ ഇവിടെ വേണ്ട വെക്കുക. അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ സലാം ഉണ്ടായിരിക്കട്ടെ. സലാമിന് ഇങ്ങനെയാണ് കാണിക്കുക. നമ്മൾ ഗുഡ് മോർണിംഗിന് ഗുഡ് ഇങ്ങനെയും മോർണിംഗ് ഇങ്ങനെയാണ്. അപ്പോൾ ഈ ഗുഡ് മോർണിംഗ് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ ഗുഡ് മോർണിംഗ് അല്ല, സൈൻ ലാംഗ്വേജിൻ്റെ ഗ്രാമർ തലതിരിഞ്ഞാണ്. മോർണിംഗ് ഗുഡ് അങ്ങനെയാണ്. അപ്പോൾ അതേപോലെ അസ്സലാമു അലൈക്കും ആണ്. ശരിക്കും മലയാളത്തിൽ പറയുമ്പോൾ അലൈക്കും ആദ്യവും അസ്സലാമു പിന്നെയാണ് വരിക. പക്ഷേ സൈൻ ലാംഗ്വേജിൻ്റെ ഗ്രാമർ അനുസരിച്ച് നിങ്ങൾക്ക് എന്നത് ലാസ്റ്റ് പറയണം. അപ്പോൾ അസ്സലാമു അലൈക്കും അങ്ങനെയാണ് പറയേണ്ടത്. അപ്പോൾ മടക്കുമ്പോൾ വഅലൈക്കും മുസ്സലാം അങ്ങനെയാണ് പറയുക. ചില വചനങ്ങളിൽ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് വന്നിട്ടുണ്ട്. ചില വചനങ്ങളിൽ വഅലൈക്കും മുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് വന്നിട്ടുണ്ട്. പിന്നെ മഗ്ഫിറത്തുഹു എന്ന് വന്ന ചില വാക്കുകളുണ്ട്. ത്വയ്യിബു സ്വലാത്തിഹി എന്ന് വന്ന ചില വാക്കുകളുണ്ട്. ഇതിൽ പറയുന്ന ആൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി എന്ന് ഞാൻ പറയേണ്ടതുള്ളൂ. പറയുന്ന ആൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മടക്കുന്ന ആൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്നാണ് പറയേണ്ടത്. അവിടെ നിന്ന് അങ്ങോട്ട് മഗ്ഫിറത്തുഹു എന്നും ത്വയ്യിബു സ്വലാത്തിഹി എന്നും വേണമെങ്കിൽ കൂട്ടാം, അല്ലെങ്കിൽ കൂട്ടാതിരിക്കാം. നമ്മൾ ഖബർസ്ഥാനിലേക്ക് ചെന്നാൽ എല്ലാവർക്കുമാണ് സലാം പറയുന്നത്. അപ്പോൾ 2 നിലക്ക് പറയാവുന്നതാണ്. ഒന്ന്, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലെങ്കിൽ സലാമുൻ അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അസ്സലാമു എന്ന് തുടങ്ങിയിട്ടും പറയാം, സലാമുൻ അലൈക്കും എന്ന് തുടങ്ങിയിട്ടും പറയാം. ഇതാണ് ഹദീസിൽ വന്ന വാചകം. ഇതാണ് നമ്മുടെ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അസ്സലാമു അലൈക യാ അബി എന്ന് നമ്മൾ പറയും, അല്ലെങ്കിൽ അസ്സലാമു അലൈക്കി യാ ഉമ്മി എന്ന് പറയും. ഇങ്ങനെ സ്വന്തമായിട്ട് വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പേരെടുത്ത് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഹദീസിൽ വന്ന വാചകം ഒരു പ്രാവശ്യം പറയണം. ഒന്നുകിൽ ആദ്യം പറയാം, അല്ലെങ്കിൽ അവസാനം പറയാം. ഇപ്പോൾ വാപ്പാൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ നമ്മൾ വാപ്പാനായിട്ടുള്ള ഹൃദയബന്ധത്തിൻ്റെ പേരിൽ വാപ്പാൻ്റെ പേരെടുത്തൊരു സലാം പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇങ്ങനെ പറയാം, അസ്സലാമു അലൈക യാ അബീ എന്ന് പറഞ്ഞിട്ട് അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. അല്ലെങ്കിൽ ആദ്യം അത് പറയാം,
അസ്സലാമു അലൈക്കും ദാര ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്സലാമു അലൈക യാ അബി. ഇങ്ങനെ രണ്ടാലൊരു മാർഗം സ്വീകരിക്കാം. മടക്കുമെന്നാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ വിശ്വസിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഖബറാളിക്ക് സലാം പറഞ്ഞാൽ ആ സമയത്ത് റൂഹിനെ മടക്കി കൊടുക്കുമെന്നും അയാൾ സലാം മടക്കുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സലാം പറയുക എന്നതിൻ്റെ അവസാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറയണം. അത് ദേഷ്യം, പക തുടങ്ങി നമ്മുടെ ഉള്ളിലുള്ള ഒരുപാട് കാര്യങ്ങൾ പോയി മറയാൻ കാരണമാകും. പരസ്പരം പിണങ്ങിയവർക്ക് വേഗത്തിൽ നന്നാവാനുള്ള ഒരു ഐഡിയ ആണ് യഥാർത്ഥത്തിൽ സലാം പറയുക എന്നുള്ളത്. എന്നാൽ വേറെ ഒന്നിട്ട് പറഞ്ഞിട്ടില്ലേനും നന്നാവും ചെയ്തു. 3 ദിവസം വരെ 2 പേർ പിണങ്ങിയാൽ സലാം പറഞ്ഞുകൊണ്ട് വേഗത്തിൽ നന്നാവാം. 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ആളുകളൊക്കെ ഇടപെടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അറിയുന്നവർക്കും അറിയാത്തവർക്കും സലാം പറഞ്ഞ് ഇഫ്ഷാ ഉസ്സലാം, സലാമിനെ വ്യാപിപ്പിക്കുക എന്ന ഒരു പുണ്യമായ കർമ്മം നമ്മളൊക്കെ നിലനിർത്തണം. സാഹോദര്യബന്ധം നിലനിൽക്കാൻ അത് വലിയ ഉപകാരം ചെയ്യും എന്നാണ് അവസാനമായി പറയാനുള്ള വാക്ക് ഞാൻ അവസാനിപ്പിക്കുന്നു.